വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് LDF ഭരണസമിതിയുടെ ഭരണസ്തംഭനത്തിനെതിരെയും കെടുകാര്യസ്ഥതയ്ക്കെതിരെയും പഞ്ചായത്ത് കമ്മിറ്റി ബഹിഷ്കരിച്ച് UDF അംഗങ്ങൾ തങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവർ കമ്മിറ്റിയിൽ ഇല്ലാത്തതും PHC നീന്തൽക്കുളം ലൈഫ് മിഷൻ പദ്ധതി, ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം തുടങ്ങിയ വിവിധ കാര്യങ്ങളിലെ വികസന മുരടിപ്പിനെതിരെയുമാണ് പഞ്ചായത്ത് കമ്മിറ്റി ബഹിഷ്കരിച്ചതെന്ന് UDF അംഗങ്ങൾ വ്യക്തമാക്കി. വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിലെ ഭരണസ്തംഭനത്തിനെതിരെയാണ് UDF അംഗങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി ബഹിഷ്കരിച്ചത്. തികഞ്ഞ അനാസ്ഥയാണ് LDF ഭരണസമിതി നടത്തുന്നതെന്നും സാധാരണക്കാർക്ക് ഗുണകരമായ ഒരു കാര്യങ്ങളും പഞ്ചായത്തിൽ നടക്കുന്നില്ലെന്നുമാണ് UDF അംഗങ്ങളുടെ ആരോപണം. വെള്ളത്തുവൽ പഞ്ചായത്തിലെ PHCയിൽ ഡോക്ടറിനെ നിയമിക്കുവാനോ ആവശ്യമായ മരുന്നുകൾ ലഭ്യമാക്കുവാനോ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും ചെയ്യാൻ മുൻകൈയെടുത്തിട്ടില്ല. തെരുവ് വിളക്കുകൾ പ്രകാശിക്കുന്നില്ല. നീന്തൽക്കുളം കാടുകയറി നശിക്കുന്നു. 5 വർഷം മുമ്പ് തറക്കല്ലിട്ട ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണവും ഇഴഞ്ഞു നീങ്ങുന്നു. ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിനായി ഒഴിപ്പിച്ച 6 കടമുറികളുടെ വാടക ഇനവും പഞ്ചായത്തിന് നഷ്ടമായി. സാധാരണക്കാരുടെ പരാതികൾ പരിഹരിക്കുന്നതിനോ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും UDF അംഗങ്ങൾ ആരോപിച്ചു. PHCയിലെ ഡോക്ടറിലാണ്ടായിട്ട് 2 മാസത്തിലേറെയായി. ഒരു പകരം സംവിധാനം ഏർപ്പെടുത്തുന്നതിനോ ആവശ്യമായ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനോ ഈ ഭരണസമിതിക്ക് ഇച്ഛാശക്തി ഇല്ല എന്നുള്ളത് വളരെ വേദനാജനകവും പ്രതിഷേധാർഹവുമായ കാര്യമാണ്. കൂടാതെ ഗ്രാമപഞ്ചായത്തിൽ സാധാരണക്കാരായ ആളുകൾ എപ്പോഴും ആശ്രയിക്കുകയും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു വീട് പോലും എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്രാമപഞ്ചായത്ത് സാധിച്ചിട്ടില്ല. PMA പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള വീടുകളുടെ നിർമ്മാണത്തിന് മുന്നോടിയായിട്ട് നടക്കേണ്ടതായ LA കമ്മിറ്റി കൂടുന്ന സമയത്ത് പോലും ഇവിടെ അപേക്ഷ വെച്ച ഏകദേശം 100 ആളുകളിൽ 25ഓളം ആളുകൾക്ക് മാത്രമാണ് ഇതിന് അനുമതി മേടിച്ച് നൽകാൻ വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്തിന് ഭരണസമിതി സാധിച്ചിട്ടുള്ളൂ. കാലാകാലങ്ങളിൽ അമ്പലങ്ങളിൽ നടക്കുന്ന ഉത്സവങ്ങളും പെരുന്നാളും പോലെ മാസാമാസങ്ങളിൽ നടക്കുന്ന ഈ പ്രസിഡന്റ് മാറ്റമല്ലാതെ ഈ ഗ്രാമപഞ്ചായത്തിൽ യാതൊരു കാര്യങ്ങളും നടക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തെരുവുവിളക്കുകൾ കത്തുന്നില്ല. നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ്. മുതുവാങ്കുടിയിലുണ്ടായ നീന്തൽക്കുളം, സാധാരണക്കാരായ കുട്ടികൾക്ക് നീന്തൽ പരിശീലനത്തിന് വേണ്ടി ഏർപ്പെടുത്തിയ നീന്തൽക്കുളം ഇന്ന് കാട് പിടിച്ച് പാമ്പ് കയറി നടക്കുകയാണ്. ഇവിടെ ഏറെ കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയ ഷോപ്പിംഗ് കോംപ്ലക്സ് 5 വർഷം മുമ്പ് തറക്കല്ലിട്ടാണ്. അന്നത്തെ വൈദ്യുതി വകുപ്പ് തറക്കല്ലിട്ട ആ സംവിധാനം ഇപ്പോഴും ആ തറക്കല്ല് മാത്രമാണ് നിൽക്കുന്നതല്ലാതെ ആ തറക്കല്ലിട്ടതോടുകൂടി ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ 6 മുറികളിൽ ഏകദേശം ഒരു മാസം 5000 രൂപ വെച്ച് 30,000 രൂപ ഒരു മാസം കിട്ടേണ്ട കടമുറികൾ ലേലം ചെയ്യാത്തത് മൂലം പഞ്ചായത്ത് ഉണ്ടായിരിക്കുന്ന നഷ്ടം ഇത് നാളിതുവരെ 22 ലക്ഷം രൂപയാണ്. അങ്ങനെ സാധാരണക്കാരെ ഏറ്റവും ദോഷകരമായിരിക്കുന്ന ഒരു ഭരണസമിതിയാണ് ഇവിടെ നടക്കുന്നത്. സാധാരണക്കാർക്ക് ഗുണകരമാകുന്ന ഒരു സമീപനം പോലും ഏർപ്പെടുത്തുന്നതിനോ സാധാരണക്കാരുടെ പരാതികൾ പരിഹരിക്കുന്നതിനോ വേണ്ട അവരുടെ ചെവി കേൾക്കുന്നതിനോ അവരുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ചെവി കേൾക്കുന്നതിനോ പോലും ഈ ഭരണസമിതി സാധിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. പഞ്ചായത്ത് കമ്മിറ്റിയിൽ തങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ഉണ്ടായിരുന്നില്ലെന്നും ഇതിനെതിരെയാണ് പഞ്ചായത്ത് കമ്മിറ്റി ബഹിഷ്കരിച്ചതെന്നും UDF അംഗങ്ങൾ വ്യക്തമാക്കി. പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത ഒഴിവാക്കണമെന്നും ഇതിനെതിരെ വിപുലമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും UDF അംഗങ്ങൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, അടിമാലി.